സ്വന്തം സ്വകാര്യതാ നിയമം സ്വയം പാലിക്കാത്ത ആപ്പിളിന് വൻ തുക പിഴയിട്ട് ഫ്രാൻസ്. 15 കോടി യൂറോ, ഏകദേശം 1388 കോടിയിലേറെ ഇന്ത്യൻ രൂപയാണ് ഫ്രാൻസ് പിഴയിട്ടിട്ടുള്ളത്. ഫ്രാൻസിലെ മത്സര നിയന്ത്രണ അതോറിറ്റിയാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. തങ്ങളുടെ തീരുമാനം എന്താണെന്ന് ആപ്പിൾ 7 ദിവസത്തിനകം സ്വന്തം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും മത്സര നിയന്ത്രണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഫ്രഞ്ച് മത്സര നിയന്ത്രണ അതോറിറ്റിയുടെ തീരുമാനത്തിൽ തങ്ങൾ നിരാശരാണെന്ന് ആപ്പിൾ പ്രസ്താവനയിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 അവതരിപ്പിച്ച ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന സോഫ്റ്റ്വെയർ കാരണമാണ് ആപ്പിളിന് ഇത്തരത്തിലൊരു പിഴ കിട്ടിയിരിക്കുന്നത്. ഐഫോണിലോ ഐപാഡിലോ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഒരു ആപ്പ് മറ്റ് ആപ്പുകളിലെയും വെബ്സൈറ്റുകളിലെയും ആക്ടിവിറ്റികൾ ട്രാക്ക് ചെയ്യുന്നതിന് ഉപഭോക്താവിന്റെ സമ്മതം ആവശ്യപ്പെടുന്നതാണ് ATT. ഉപഭോക്താവ് ഇത് നിഷേധിക്കുകയാണെങ്കിൽ ആപ്പിന് ഈ വിവരങ്ങൾ ലഭിക്കാതിരിക്കുകയും അതനുസരിച്ച് പരസ്യങ്ങൾ കാണിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും. ആപ്പിളിന്റെ പരസ്യ സേവനത്തിനായി ഉപഭോക്താക്കളുടെ സമ്മതം ചോദിക്കാതെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ആപ്പിൾ തങ്ങളുടെ എതിരാളികൾക്ക് ഈ വിവരങ്ങൾ നൽകാതിരിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയതായാണ് മത്സര നിയന്ത്രണ അതോറിറ്റി പിഴ ചുമത്താൻ കാരണമായിട്ടുള്ളത്. ഇതേ പരാതിയെ തുടർന്ന് തന്നെ ജർമ്മനി, ഇറ്റലി, റൊമാനിയ, പോളണ്ട് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. ഇത്ര വലിയ തുക പിഴ ചുമത്തിയതിനൊപ്പം തങ്ങളുടെ തീരുമാനം എന്താണെന്ന് ആപ്പിൾ 7 ദിവസത്തിനകം സ്വന്തം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും മത്സര നിയന്ത്രണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിക്കാനായി അവതരിപ്പിച്ച ഈ നിയമം ആപ്പിൾ സ്വന്തം കാര്യത്തിൽ പാലിച്ചില്ല എന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന വാദം. ആപ്പിളിന്റെ പരസ്യ സേവനത്തിനായി ഉപഭോക്താക്കളുടെ സമ്മതം ചോദിക്കാതെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ആപ്പിൾ തങ്ങളുടെ എതിരാളികൾക്ക് ഈ വിവരങ്ങൾ നൽകാതിരിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. ഐഫോണുകളിലെയും ഐപാഡുകളിലെയും 3ാം കക്ഷി ആപ്പുകൾക്ക് വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഉപഭോക്താക്കളുടെ സമ്മതം ചോദിച്ചുകൊണ്ടുള്ള ഒട്ടേറെ വിൻഡോകൾ ദൃശ്യമാകേണ്ടതുണ്ട്. ഇത് ബുദ്ധിമുട്ടേറിയ അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുക. എന്നാൽ ആപ്പിളിന്റെ സിസ്റ്റത്തിന് ഈ ട്രാക്കിംഗ് നിഷേധിക്കണമെങ്കിൽ ഒന്നിനു പകരം 2 തവണ ഉപഭോക്താക്കൾ വേണ്ട എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നാണ് മത്സര നിയന്ത്രണ അതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പ്രധാനമായും ആപ്പിളിന്റെ സമീപനം ചെറുകിട ആപ്പ് പബ്ലിഷർമാരെയാണ് ബാധിക്കുക. തങ്ങളുടെ ബിസിനസ്സിന് പണം കണ്ടെത്താനായി തേർഡ് പാർട്ടി വിവരശേഖരണത്തെയാണ് വലിയ തോതിൽ ആശ്രയിക്കുന്നത്. 2021 തന്നെ ഇത് സംബന്ധിച്ച പരാതി അതോറിറ്റിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അന്ന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിലും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയായിരുന്നു അതോറിറ്റി.